നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ആറ്റവും ഓരോ പാർട്ടിക്കിളും ഏതോ ഒരു സ്റ്റാറിൽ നിന്നാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. അതായത് നിങ്ങളുടെ ബോണിലെ കാൽഷ്യം, ആ കാൽഷ്യത്തിൻ്റെ ഓരോ ആറ്റം ഏതോ ഒരു സ്റ്റാറിൽ നിന്നാണ് വന്നത്. ഏത് സ്റ്റാറാണ് നമുക്കറിയില്ല, ഏതൊരു സ്റ്റാറിൽ നിന്നാണ് വന്നത്. നിങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലെ ഹൈഡ്രജൻ, നിങ്ങളുടെ സ്കിന്നിലുള്ള കാർബൺ, എല്ലാ കാര്യങ്ങളും ഏതോ ഒരു സ്റ്റാർ പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ ആറ്റംസ് എന്നാണ് വന്നത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഓക്കെ ശരി, എനിക്ക് മനസ്സിലായി. അതായത് ഏതോ ഒരു സ്റ്റാർ പൊട്ടിത്തെറിച്ചപ്പോഴല്ലേ ഏത് സ്റ്റാറിൻ്റെ ഉള്ളിൽ ഹൈഡ്രജനും ഈ പറഞ്ഞ പോലെ കാർബണൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലത്തെ കാർബണാണ് നമ്മുടെ കയ്യിലുള്ളത്, അതുപോലത്തെ ഓക്സിജനാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് എന്നല്ലേ? അങ്ങനെ പോലും അല്ല. നിങ്ങളിപ്പോൾ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ഓക്സിജൻ്റെ മോളിക്യൂൾസും നിങ്ങളുടെ ബോണിൽ ഇവിടെ ഞാൻ പിൻ പോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്തെ ഒരു കാൽഷ്യത്തിൻ്റെ ആറ്റം, ആ എക്സാക്റ്റ് ആറ്റം ഏതോ ഒരു സ്റ്റാർ ആയിരുന്നു പണ്ട്. ആ എക്സാക്റ്റ് ഓക്സിജൻ്റെ മോളിക്യൂൾ അല്ല ആറ്റം ഏതോ ഒരു സ്റ്റാറിൻ്റെ ഭാഗമായിരുന്നു പണ്ട്. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഹൈഡ്രജൻ മുതൽ വലിയ എലമെൻറ്റ്സ് ഓരോന്നായിട്ടുണ്ട്. ഈ എലമെൻറ്റ്സ് ഒക്കെ എങ്ങനെ നമ്മുടെ യൂണിവേഴ്സിൽ വന്നു, ഇതിനൊക്കെ ഒറിജിൻ എന്താണ്, ഈ പറഞ്ഞ ഈ എലമെൻറ്റ്സ് എല്ലാം യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതൊക്കെ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നോ, ഇനി ഉണ്ടായിരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സിൽ ഇതൊക്കെ ഉണ്ടാക്കപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാലം പിന്നോട്ട് പോകണം. കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ ഒരു 13.8 ബില്യൺ ഇയേഴ്സാണ് നമ്മൾ ബാക്കോട്ട് പോകേണ്ടത്. അപ്പോൾ ഏതാണ്ട് ആ ഒരു സമയത്താണ് നമ്മുടെ യൂണിവേഴ്സ് ഫോം ചെയ്തത്. ബിഗ് ബാങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് വഴിയാണ് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായത്. നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായി കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ കുറേ ഇങ്ങനെ നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായി തുടങ്ങി. അപ്പോൾ ഇതിൽ തന്നെ ഈ പ്രോട്ടോൺസ് ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളതിനെ ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. കാരണം ഹൈഡ്രജൻ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പ്രോട്ടോണേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അപ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റം ഒന്നും ഉണ്ടായില്ലേന്ന്. ആറ്റം ഉണ്ടാവാനുള്ളൊരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഏർലി യൂണിവേഴ്സിൽ ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ ഏർലി യൂണിവേഴ്സിൽ ഉണ്ടായിരുന്ന ഈ ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ പാർട്ടിക്കിൾസ്, ആ ലൈറ്റിൻ്റെ പാർട്ടിക്കിൾസ് ആയ ഫോട്ടോൺസിന് ഭയങ്കര എനർജി ആയിരുന്നുള്ളത്. അപ്പോൾ ഇൻ കേസ് ഒരു ആറ്റം ഫോം ചെയ്യുകയാണെങ്കിൽ, ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു നടുവിൽ പ്രോട്ടോണും ചുറ്റും ഒരു ഇലക്ട്രോണും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആറ്റം ഫോം ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഹൈ എനർജി ഫോട്ടോൺസ് വന്നിട്ട് ഈ ഇലക്ട്രോൺസിനെ തട്ടിത്തെറിപ്പിച്ചു കളയും. അപ്പോൾ ഒരു ആറ്റം, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റം ഫോം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ന്യൂക്ലിയസ് മാത്രമായിരുന്നു അന്നത്തെ ഏർലി യൂണിവേഴ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോൺ മാത്രം. ഇതേപോലെ 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസും വന്ന് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മളതിനെ ഹീലിയം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. വീണ്ടും അവിടെ ഒരു ഇലക്ട്രോൺ ചുറ്റും കിടന്ന് കറങ്ങാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല ഏർലി യൂണിവേഴ്സിൽ. അപ്പോൾ ഹീലിയം ന്യൂക്ലിയസും അതുപോലെ തന്നെ കുറച്ചും കൂടി ഹെവിയർ ആയിട്ടുള്ള ലിത്തിയവും ബെറീലിയും ഒക്കെ അന്നത്തെ ഏർലി യൂണിവേഴ്സിൽ കുറച്ചായിട്ട് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൊത്തം പ്രോസസ്സിനെയാണ് ബിഗ് ബാങ് ന്യൂക്ലിയോ സിന്തസിസ് നമ്മൾ വിളിക്കുക. ബാക്കിയുള്ള നമ്മുടെ കാർബൺ, ഓക്സിജൻ, ഗോൾഡ് എന്നുള്ള വലിയ എലമെൻറ്റ്സ് ഒന്നും നമ്മുടെ യൂണിവേഴ്സിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ വലിയ എലമെൻറ്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഏർലി യൂണിവേഴ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ഹൈഡ്രജനും കുറച്ച് ഹീലിയോ, ലിത്തിയവും ബെറിലിയും ഒക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഹൈഡ്രജൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഉണ്ടായിരുന്നത് ഒരു ഗേഷ്യസ് ഫോമിലായിരുന്നു. അപ്പോൾ ഗ്യാസ് സ്റ്റേറ്റിലായിരുന്നു ഉള്ളത്. അപ്പോൾ നമ്മൾ ഗ്യാസ് ക്ലൗഡ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ ഗ്യാസ് ക്ലൗഡ്സ് അത് മെല്ലെ കംപ്രസ് ചെയ്യാൻ തുടങ്ങി, അടുത്തടുത്ത് വരാൻ തുടങ്ങി. എന്തുകൊണ്ടായിരിക്കും? 2 ഹൈഡ്രജൻ ആറ്റംസ് എടുത്താൽ അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? പ്രോട്ടോൺ, ന്യൂട്രോൺ. ഈ പ്രോട്ടോൺ, ന്യൂട്രോണൊക്കെ മാസ് ഉണ്ടല്ലോ, 2 മാസ് തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഈ ഗ്രാവിറ്റി കാരണം ഈ ഹൈഡ്രജൻ്റെ ഈ ക്ലൗഡ് മെല്ലെ അടുത്ത് വരാൻ തുടങ്ങി. അടുത്തുനിന്ന് അതൊരു സോളിഡ് ലൈക്ക് സ്റ്റേറ്റ് ആവാൻ തുടങ്ങി. ഇതിനാണ് നമ്മൾ വിളിക്കുക സ്റ്റാർ എന്ന്. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ ഈ ക്ലൗഡ് വന്നൊരു സ്റ്റാറായി മാറി. അപ്പോൾ സ്റ്റാറായി മാറുമ്പോൾ എന്താ സംഭവിക്കുക? ഈ കംപ്രസ് ചെയ്ത് സ്റ്റാറിൻ്റെ കോറിൽ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും ഉണ്ടാകുക. ടെമ്പറേച്ചർ ക്ലോസ് ടു എന്താണ്, 1 കോടി അല്ലെങ്കിൽ 10 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ടെമ്പറേച്ചർ ആയിരിക്കും അതിൻ്റെ കോറിൽ ഉണ്ടാകും. അപ്പോൾ വീണ്ടും ഈ കംപ്രഷൻ നടക്കുന്ന സമയത്ത് 2 ഹൈഡ്രജൻ ആറ്റംസ് അഥവാ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജാണ്. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ആൾക്കാർ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. പോസിറ്റീവ് റിപ്പലീവ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ റിപ്പൾസീവ് ഫോഴ്സ് എന്താണ്? പൊതുവേ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഓവർകം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്റ്റൻസിൽ നിൽക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ സ്റ്റാർ എടുത്ത് നോക്കിയാൽ സ്റ്റാറിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും അതിൽ കോറിലുണ്ടാകും. ആ ഹയർ ടെമ്പറേച്ചർ കാരണം ഇവർക്ക് ഭയങ്കര എനർജി കിട്ടും. അതായത് അവർ റിപ്പൾസീവ് ഫോഴ്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി അവർക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഫ്യൂസ് ചെയ്ത് ഒരു ഹൈഡ്രജനും കൂടെ ഫ്യൂസ് ചെയ്ത് എന്തായി മാറും? ഒരു ഹീലിയം ആറ്റമായി മാറും. ഈ ഒരു പ്രോസസ്സ് ഇത്ര സിമ്പിൾ അല്ല, കുറച്ചും കൂടി സ്റ്റെപ്സ് എടുത്തിട്ടാണ് ഈ ഒരു പ്രോസസ്സിലേക്ക് എത്തുക. പക്ഷേ ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജനും ഫ്യൂസ് ചെയ്ത് ഒരു ഹീലിയമായി മാറും. ഇതിന് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നൊക്കെ വിളിക്കുക. ഈ ഫ്യൂസ് ചെയ്ത് ഹീലിയമായി മാറുന്ന സമയത്ത് നമുക്ക് ഹീലിയം ആറ്റം കിട്ടി എന്ന് മാത്രമല്ല കുറേ എനർജിയും കിട്ടും. ആ എനർജിയാണ് നമുക്ക് ലൈറ്റായിട്ട് കിട്ടുന്നത്. സ്റ്റാർസിൽ നിന്ന് ലൈറ്റായിട്ട് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഈ പ്രോസസ്സ് നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ്. നമ്മുടെ സൂര്യനിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. എങ്ങനെയാണ് നമുക്ക് സൺലൈറ്റ് ഇടുന്നത്? നമ്മുടെ സണ്ണിൻ്റെ കോറിൽ ഹൈഡ്രജൻ കുറേ ഉണ്ട്. ആ ഹൈഡ്രജൻ ചേർന്ന് എപ്പോഴും ഇങ്ങനെ ഹീലിയം ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഓരോ പ്രാവശ്യവും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ എനർജി ലൈറ്റായിട്ട് നമുക്ക് നമ്മുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അതാണ് നമ്മുടെ സൺലൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഹൈഡ്രജൻ കമ്പൈൻ ഫ്യൂസ് ചെയ്ത് ഇങ്ങനെ ഹീലിയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം എന്ത് ചെയ്യും? എല്ലാ ഹൈഡ്രജൻ തീർന്ന് ആ ഹൈഡ്രജൻ മൊത്തം ഈ ഹീലിയമായി മാറി. സ്റ്റാറിൻ്റെ കോറിൽ മുഴുവൻ ഹീലിയമായി വിചാരിക്കാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റാർ എപ്പോഴും ഇങ്ങനെ കൊളാപ്സ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം. ഓരോ ഹൈഡ്രജൻ ആയിക്കോട്ടെ ഹീലിയം ആയിക്കോട്ടെ ആറ്റംസ് തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് കംപ്രസ് ചെയ്ത് ഒരു സിംഗിൾ പോയിന്റിൽ കംപ്രസ് ചെയ്യാത്തത്? കാരണം ഔട്ട്വേർഡ് പ്രഷർ ഉണ്ട്. അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുമ്പോൾ പുറത്തേക്ക് ഒരു പുഷ് നടക്കുന്നുണ്ട്. ആ ഒരു ഫോഴ്സ് കാരണം ആ രണ്ട് ഫോഴ്സും ബാലൻസ് ടൈപ്പ് ആണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പുഷും ഈ ഔട്ട്വേർഡ് പ്രഷറും ബാലൻസ് ടൈപ്പ് ആണ്. മൊത്തം ഹീലിയമായി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഗ്രാവിറ്റേഷണൽ പുഷ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ടെമ്പറേച്ചർ കൂടും. കാരണം എത്രത്തോളം ഗ്രാവിറ്റി ഇതിന് കംപ്രസ് ചെയ്യാൻ നോക്കുന്നു അത്രത്തോളം ടെമ്പറേച്ചർ ഉള്ളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടെമ്പറേച്ചർ വീണ്ടും കൂടുമ്പോൾ അവിടെ ഹീലിയമും 2 ഹീലിയം ആറ്റംസും അവിടെ ഫ്യൂസ് ചെയ്യാൻ തുടങ്ങും. ന്യൂക്ലിയർ ഫ്യൂഷനിൽ ഏർപ്പെടാൻ തുടങ്ങും. അപ്പോൾ എങ്ങനെയാണോ ഹൈഡ്രജൻ ഹീലിയം ആയത്, അതുപോലെ ഹീലിയം 2 ഹീലിയം ആറ്റംസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂസ് ചെയ്തിട്ട് കാർബൺ ആവും, നൈട്രജൻ ആവും, ഓക്സിജൻ ആവും. മെല്ലെ 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 വലിയ വലിയ എലമെൻറ്റ്സ് ഉണ്ടാകാൻ തുടങ്ങും. അതായത് ഒരു സ്റ്റാറിൻ്റെ കോറ് മുഴുവൻ അയേണാവും, ഇരുമ്പായി മാറും. ഇരുമ്പായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോസസ്സ് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇൻഫാക്റ്റ് അത് നടക്കില്ല. കാരണം എന്താണ്? കാരണം 2 ഇരുമ്പിൻ്റെ അയേണിൻ്റെ 2 ആറ്റംസ് അല്ലെങ്കിൽ ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എത്ര ടെമ്പറേച്ചർ കൊടുത്തിട്ടും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സല്ല. ഇത്രയും നേരം നമ്മൾ കണ്ട ഹൈഡ്രജൻ ഹീലിയം ആവും, ഹീലിയം കാർബൺ ആവുന്നു, കാർബൺ ഓക്സിജൻ ആവുന്നു, ഒക്കെ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് അത് പോസിബിളാണ്. എന്നാൽ 2 അയൺ ആറ്റംസ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് എനർജി ഒരിക്കലും റിലീസ് ചെയ്യില്ല. അത് നടക്കാൻ വേണ്ടി എക്സ്ട്രാ എനർജി കൊടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അയണിന് ശേഷം പിന്നെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അയൺ വരെയാണ് മാക്സിമം നമുക്ക് ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി സ്റ്റാർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എലമെൻറ്റ്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ അയൺ വരെ ഉണ്ടാക്കിയല്ലോ. അതിന് വലിയൊരു പ്രോസസ്സായിരുന്നു. കുറേ ബില്യൺസ് ഓഫ് ഇയേഴ്സ് നടന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഹീലിയം ആയിക്കോട്ടെ, കാർബൺ ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, അയൺ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയത് ഈ സ്റ്റാറുകളുടെ ഉള്ളിൽ നടക്കുന്ന ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാ ഈ പറഞ്ഞ എലമെൻസും ഉണ്ടാക്കപ്പെട്ടത്. അപ്പോൾ അടുത്ത ചോദ്യം, പക്ഷേ അയൺ വരെ അല്ലല്ലോ ഈ എലമെൻസ് ഉള്ളത്. അതിനുശേഷം അതിനേക്കാളും വലിയ എലമെൻസ് ഇല്ലേ? ഗോൾഡ് ഉണ്ട്, യുറേനിയം ഉണ്ട്, വലിയ വലിയ എലമെൻസ് കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടായത്? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവസാനം ഈ സ്റ്റാറിൻ്റെ കോർ മുഴുവൻ അയണായി. പക്ഷെ അപ്പോഴും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ന്യൂക്ലിയർ ഫ്യൂഷനിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ അയണിൻ്റെ ഈ കോറിനെ വീണ്ടും കംപ്രസ് ചെയ്യാൻ നോക്കും. പക്ഷേ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നില്ല. അപ്പോൾ ഔട്ട്വേർഡ് പ്രഷറൊന്നുമില്ല. വീണ്ടും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇങ്ങനെ കംപ്രസ് ചെയ്യാൻ നോക്കി അവസാനം ഈ സ്റ്റാർ അത്യാവശ്യം വലിയ സ്റ്റാർ ആണെങ്കിൽ, അതായത് നമ്മുടെ സണ്ണിനെക്കാളിലൊക്കെ വളരെ വലിയ സ്റ്റാർ ആണെങ്കിൽ ഇവിടെ ഒരു എക്സ്പ്ലോഷൻ നടക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർനോവ. അപ്പോൾ സൂപ്പർനോവ നടന്നു കഴിഞ്ഞാൽ ഈ സ്റ്റാറിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയേഴ്സ് എല്ലാം പുറത്തേക്ക് ബ്ലാസ്റ്റ് ചെയ്യപ്പെടും. മാത്രമല്ല ഈ അയൺ ആയിരിക്കും ഈ കോറിൽ ഉണ്ടാവുക. അവിടെ ഒരു വേറൊരു പ്രോസസ്സ് നടക്കും. അതിൻ്റെ പേരാണ് റാപ്പിഡ് ന്യൂട്രോൺ ക്യാപ്ചർ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്, പക്ഷേ സിമ്പിളായിട്ട് പറയാൻ അത്രേ ഉള്ളൂ. ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് കുറേ ന്യൂട്രോൺസ് എന്താണ് ഈ അയണിൻ്റെ ന്യൂക്ലിയസിലേക്ക് ബോംബാർഡ് ചെയ്യപ്പെടും. അപ്പോൾ അതിൽ പല ന്യൂട്രോൺസും ഈ അയണിൻ്റെ ന്യൂക്ലിയസ് ക്യാപ്ചർ ചെയ്യും. അപ്പോൾ കുറേ എക്സ്ട്രാ ന്യൂട്രോൺസ് കിട്ടി. പക്ഷേ ന്യൂട്രോൺസ് മാത്രം കിട്ടിയതുകൊണ്ട് അയൺ വേറൊരു എലമെൻ്റായി മാറില്ല. കാരണം എപ്പോഴും പൊതുവേ നിങ്ങൾക്ക് അറിയാം, ന്യൂട്രോൺസും പ്രോട്ടോൺസും ഓൾമോസ്റ്റ് ഒരു സെയിം നമ്പർ ആയിരിക്കും ഉണ്ടാകുക. കുറേ ന്യൂട്രോൺസ് ക്യാപ്ചർ ചെയ്തു. ആ ക്യാപ്ചർ ചെയ്യുമ്പോൾ തന്നെ കുറേ ന്യൂട്രോൺസ് എന്തായി മാറും? ഒരു ഡീകെ പ്രോസസ്സ് ഉണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്, പക്ഷേ ബേസിക്കലി മനസ്സിലാക്കത്തുള്ളൂ. ആ ന്യൂട്രോൺസ് പ്രോട്ടോൺസായി മാറും. അല്ല കുറച്ച്. അങ്ങനെ ഓൾമോസ്റ്റ് എന്താണ് ന്യൂട്രോൺസും പ്രോട്ടോൺസും ഒരു ലെവലിലാവും. പക്ഷെ മനസ്സിലാക്കണം, ഇപ്പോൾ കുറേ എക്സ്ട്രാ ന്യൂട്രോൺസും കുറേ എക്സ്ട്രാ പ്രോട്ടോൺസും കിട്ടി. അതായത് ആ അയൺ ഇപ്പോൾ അയൺ അല്ല. ആ അയൺ ഗോൾഡായി മാറിയിട്ടുണ്ടാവും, ആ അയൺ പ്ലാറ്റിനമായി മാറിയിട്ടുണ്ടാവും, ആ അയൺ യുറേനിയമായി മാറിയിട്ടുണ്ടാവും. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു എലമെൻറ്റ് വേറെ എലമെൻറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും പിന്നെ ആറ്റം മൊത്തത്തിൽ കൺസിഡർ ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിലെ വ്യത്യാസമുള്ളൂ. അല്ലാണ്ട് വേറെ വ്യത്യാസങ്ങൾ അവിടെ ഇല്ല. അങ്ങനെയാണ് ബാക്കിയുള്ള ഓരോരോ എലമെൻസും ഉണ്ടാക്കപ്പെടുന്നത്. ഇത് നടക്കാൻ വേണ്ടി സൂപ്പർനോവ അല്ലാതെ ന്യൂട്രോൺ സ്റ്റാർസിൻ്റെ കൊളീഷനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 2 പ്രോസസ്സ് വഴിയാണ് ഈ വലിയ എലമെൻസ്, അയണിനെക്കാളും വലിയ എലമെൻസ് നമ്മുടെ യൂണിവേഴ്സിൽ ഉണ്ടാക്കപ്പെട്ടത്. അപ്പോൾ അടുത്തൊരു ചോദ്യം, ഈ ഉണ്ടായ അയണും ഗോൾഡും യുറേനിയം ഒക്കെ എവിടെ പോയി? ഈ എലമെൻസ് ഒക്കെ തന്നെയാണ് പിന്നീട് വീണ്ടും അവരുടെ ക്ലൗഡ്സ് ഉണ്ടാക്കിയതിന് ശേഷം അത് വീണ്ടും മറ്റൊരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു പ്ലാനറ്റ് അല്ലെങ്കിൽ ഒരു സെലസ്റ്റിയൽ ബോഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സെലസ്റ്റിയൽ ബോഡിയാണ് നമ്മുടെ എർത്തും നമ്മുടെ സണ്ണും. നമ്മുടെ എർത്തിനെ എടുത്ത് നോക്കിയാൽ അറിയാം, മേജർലി അതിൽ ഓക്സിജൻ, അയേൺ, പിന്നെ കുറച്ച് സിലിക്കണും ആണുള്ളത്. ഇതൊക്കെ വന്നത് ഏതോ ഒരു സ്റ്റാറിൽ നിന്നാണ്. നമ്മുടെ ബോഡി എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണുള്ളത്. അയേൺ ആയിക്കോട്ടെ, കാൽഷ്യം ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വന്ന എവിടെ നിന്നാണ്? ഏതോ ഒരു സ്റ്റാറിൻ്റെ എക്സ്പ്ലോഷനാണ്, അല്ലെങ്കിൽ ഏതൊരു സ്റ്റാറിൻ്റെ ഉള്ളിൽ നടന്ന ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഇനി ഈ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് നമ്മൾ ഉണ്ടായ സമയത്ത് നമ്മുടെ ഒരു സിംഗിൾ സെല്ലായിട്ടാണല്ലോ ഉണ്ടായത്, ചെറുതായിരുന്ന സമയത്ത്, ഏറ്റവും ചെറുതായിരുന്ന സമയത്ത്. അപ്പോൾ ആ സിംഗിൾ സെല്ലിലെ കുറേ ആറ്റംസ് ഉണ്ടാവും. ആ ആറ്റംസിനെ നിങ്ങൾക്ക് ബാക്കോട്ട് ട്രേസ് ചെയ്ത് ഒരു സ്റ്റാറിലേക്ക് എത്തിക്കാൻ പറ്റുമോ?
പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിലും ഇടുക. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം.